തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൊണ്ടുവന്ന 2 നീക്കങ്ങൾക്ക് തിരിച്ചടിയേറ്റത് ഇന്നത്തെ പ്രധാന വാർത്തയാണ്. ഭരണഘടനാ സ്ഥാപനങ്ങളും മാധ്യമങ്ങളും ചെൽപ്പിടിയിലാണെന്ന മോദിയുടെ ബോധ്യത്തിനാണ് ഇന്നത്തെ സുപ്രീം കോടതിയുടെ നീക്കം കനത്ത ആഘാതമായത്. ഒപ്പം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും. സിജു സുഗതൻ ഈ കാര്യങ്ങൾ പറയുന്നു. നരേന്ദ്രമോദിക്കും കേന്ദ്ര സർക്കാരിനും തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും ഒരേ സമയം തിരിച്ചടിയേറ്റ ദിവസമാണിന്ന്. മോദിയുടെ വികസിത ഭാരത് സന്ദേശ് എന്ന വാട്സപ്പ് സന്ദേശം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നാണ് ഇലക്ഷൻ കമ്മീഷൻ കണ്ടെത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ മാധ്യമങ്ങളുടെ ഉള്ളടക്കം നിരീക്ഷിക്കാൻ PIBയെ ചുമതലപ്പെടുത്തി ഫാക്ട് ചെക്കിംഗ് യൂണിറ്റുകൾ രൂപീകരിക്കാനുള്ള തീരുമാനവും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. രണ്ടും ഒരർത്ഥത്തിൽ വലിയ തിരിച്ചടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദിക്ക് നൽകിയിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ എന്ന ചട്ടുകം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഭരണം കയ്യിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് രാജ്യത്തെ മാധ്യമങ്ങളെയും ജനകീയ അഭിപ്രായങ്ങളെ ആകെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന മോദിക്ക് കിട്ടിയ തിരിച്ചടി തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 4 മണിക്കൂറിനുള്ളിലാണ് വികസിത ഭാരത് സന്ദേശ് എന്ന വാട്സപ്പ് സന്ദേശം ഇന്ത്യയിലെ 140 കോടി ജനങ്ങളുടെയും മൊബൈലുകളിലേക്ക് എത്തിച്ചേർന്നത്. ഇത് പ്രത്യക്ഷത്തിൽ തന്നെ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് തോന്നാനിടയാക്കിയത് പഞ്ചാബിൽ നിന്നുള്ള ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുതാര്യമാണോ എന്നുള്ള സംശയങ്ങൾ രാജ്യത്തെ ജനങ്ങളാകെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തിരിച്ചടി അവിടെ നിന്നും ഏറ്റിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ തിടുക്കപ്പെട്ട് നിയമിച്ചതടക്കമുള്ള വിഷയത്തിൽ വലിയ തരത്തിലുള്ള ആക്ഷേപങ്ങൾ കേന്ദ്ര സർക്കാരിനെ ഉയരുകയും ചെയ്യുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളെ നിശ്ചയിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന പ്രധാനമന്ത്രി, പ്രതിപക്ഷ നേതാവ്, ചീഫ് ജസ്റ്റിസ് ഈ 3 സംവിധാനങ്ങൾ ഒഴിവാക്കി പ്രധാനമന്ത്രി നിശ്ചയിക്കുന്ന മറ്റൊരു ക്യാബിനറ്റ് മന്ത്രിയും പ്രതിപക്ഷ നേതാവ്, ഇങ്ങനെ 3 പേരടങ്ങുന്ന സമിതിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. പ്രധാനമായും കേന്ദ്ര സർക്കാരിന് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾക്ക് പോലും അവിടെ അപ്രസക്തമാവുകയാണ്. കേന്ദ്ര സർക്കാരിന് ഇഷ്ടമുള്ള ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിയമിക്കാം, അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിക്കാം എന്നുള്ളതായിരുന്നു മോദി സർക്കാരിൻ്റെ കണക്കുകൂട്ടൽ. പക്ഷേ ഏതായാലും സുപ്രീം കോടതി ഇപ്പോൾ റൈറ്റ് ട്രാക്കിലായതുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്ന് അടക്കം വലിയ തിരിച്ചടികൾ ഇലക്ഷൻ കമ്മീഷന് വലിയ പഴി കേൾക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് കൂടി തന്നെ ആയിരിക്കണം ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു കണ്ടെത്തൽ നടത്തുകയും ആ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണ് മോഡിയുടെ ഈ വാട്സപ്പ് സന്ദേശം എന്ന് പറയുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെയാണ് വാർത്തകളുടെ ഉള്ളടക്കം പരിശോധിക്കുന്നതിനായി PIB ഒരു ഫാക്ട് ചെക്കിംഗ് യൂണിറ്റ് രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. ഈ തീരുമാനവും സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. തങ്ങൾക്ക് ഹിതകരമല്ലാത്ത വാർത്തകൾ ഈ മാധ്യമങ്ങളിൽ നിന്ന്, സമൂഹ മാധ്യമങ്ങളിൽ നിന്നടക്കം പിൻവലിക്കാൻ PIBക്ക് അധികാരം നൽകുന്ന വ്യവസ്ഥകളാണ് ഈ ഫാക്ട് ചെക്കിംഗ് യൂണിറ്റിൻ്റെ തീരുമാനം രൂപീകരിക്കാനുള്ള തീരുമാനവുമായി ബന്ധപ്പെട്ട് ഉൾപ്പെടുത്തിയിരുന്നത്. സ്വാഭാവികമായും ഇത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. സർക്കാരിന് ഹിതകരമല്ലാത്ത വാർത്തകൾ കൊടുക്കരുത് അല്ലെങ്കിൽ അത് പിൻവലിക്കുമെന്ന് പറയുമ്പോൾ അത് തീർച്ചയായും അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റം തന്നെ. മാധ്യമങ്ങളെ കൂച്ചുവിലങ്ങിടാനുള്ള മോദി സർക്കാരിൻ്റെ നീക്കത്തിന് സുപ്രീം കോടതി വലിയ തിരിച്ചടി നൽകിയിരിക്കുന്നു. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വരുന്ന വിധികൾ ജനാധിപത്യത്തിന് വലിയ തരത്തിലുള്ള സന്തോഷം പകരുന്ന വിധികളാണ്. അത് ഇലക്ട്രൽ ബോണ്ട് കേസിലായാലും ഇപ്പോൾ PIB കേസിലായാലും ഒക്കെ തന്നെ വലിയ തരത്തിലുള്ള പ്രതീക്ഷകൾ, ജനാധിപത്യത്തിന് പ്രതീക്ഷ നൽകുന്ന വിധികളാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്നത്. സുപ്രീം കോടതി വരെ കേന്ദ്ര സർക്കാരിന് വഴിപ്പെടുന്നുവോ, സമ്മർദ്ദത്തിന് വഴിപ്പെടുന്നുവോ എന്ന സംശയങ്ങൾ നിലനിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ജനാധിപത്യത്തിലെ 4 തൂണുകളിൽ ഒന്നായ ജുഡീഷ്യറി അതിൻ്റെ റോൾ ഭംഗിയായി നിർവഹിക്കുമ്പോൾ ഏത് അധികാര സ്ഥാപനങ്ങളും അതിന് വഴിപ്പെടേണ്ടി വരുന്നു എന്നുള്ള ഒരു സന്ദേശം കൂടി ഈ ഇടപെടലിലൂടെ സുപ്രീം കോടതി നൽകുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്നത്തെ ഈ 2 വിധികൾ, സുപ്രീം കോടതിയുടെ ഈ ഇടപെടലും അതോടൊപ്പം തന്നെ ഇലക്ഷൻ കമ്മീഷൻ്റെ മോദിയുടെ വാട്സപ്പ് സന്ദേശം തെരഞ്ഞെടുപ്പ് ചട്ടലംഘനമാണെന്നുള്ള കണ്ടെത്തലും ജനാധിപത്യത്തിന് വലിയ കരുത്ത് പകരുന്ന ഒരു ഇടപെടലാണ്.